സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഒരു കീബോർഡ് എന്തായാലും ഉപയോഗിക്കും. അതായത് നമുക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു കീബോർഡ് എന്തായാലും ഉപയോഗിക്കുന്നുണ്ടാകും. എന്നാൽ ഏറ്റവും നല്ല കീബോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗൂഗിളിൻ്റെ തന്നെ ജി ബോർഡാണെന്ന്. ജി ബോർഡിനെ കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് വളരെ നല്ല അടിപൊളി ഫീച്ചറുള്ള ഒരു കീബോർഡ് തന്നെയാണ് ജി ബോർഡ്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ ടൈപ്പ് ചെയ്യുന്നത്, വോയിസ് ടൈപ്പിംഗ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സിൽ മാറ്റം വരുത്തേണ്ടത് എല്ലാം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് വോയിസ് ടൈപ്പിംഗ്, അതായത് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജിലേക്കും നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ നിന്ന് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സുഹൃത്തിന് ഞാനിപ്പോൾ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇതിൽ സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കീബോർഡിൻ്റെ അകത്ത് തന്നെ വലതുവശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലാംഗ്വേജസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ അവിടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ അറബിക്കും മലയാളവും ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ആഡ് കീബോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തതിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ വലതുവശത്ത് പെന്നിൻ്റെ ഐക്കണുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ വോയിസ് ടൈപ്പിംഗ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓഫിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ ഫാസ്റ്റർ വോയിസ് ടൈപ്പിംഗ് എന്ന ഭാഗത്തും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇനി ഈ കീബോർഡിൽ നിന്നും നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇതര ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇടതുവശത്ത് ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ട്രാൻസ്ലേറ്റിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഭാഷകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ മലയാളം ഇംഗ്ലീഷ് എന്നാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. അതായത് മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഷകൾ ഏത് ഭാഷകൾ വേണമെങ്കിലും സെലക്ട് ചെയ്തതും ഉണ്ടാവും, ഇല്ലാത്തതും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ മലയാളം സെലക്ട് ചെയ്തു. ഏത് ഭാഷയിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ തമിഴ്, അതുപോലെ തന്നെ ഹിന്ദി, ഏത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെ ഒരു മൈക്കിൻ്റെ സിമ്പൽ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ആ ഇംഗ്ലീഷിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ആ ഭാഷയിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ആ ഒരു മൈക്കിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. പറയുമ്പോൾ തന്നെ ആ ഒരു ഭാഷ നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നിങ്ങൾ എവിടെ പോകുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ അന്നേരം തന്നെ ഇവിടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ സെൻഡ് ചെയ്യാം. ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രൂപത്തിൽ തന്നെ, നമുക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ ഹിന്ദി അറിയില്ല, അല്ലെങ്കിൽ അറബി അറിയില്ല, എന്നാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഏത് ഭാഷക്കാരുമായിട്ടും നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.